everyone. So NEET 2025-ൽ 617 സ്കോർ കരസ്ഥമാക്കി ഓൾ കേരള 12th റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ അഭിഷേക് ജോൺ ജോർജ് ആണ് നമ്മുടെ കൂടെയുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. സോ ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ചോദിക്കാം, ഹൗ ഡു യു ഫീൽ നൗ? ഒരുപാട് സന്തോഷമുണ്ട്, പിന്നെ അഭിമാനമുണ്ട്. ഇത്രയും വലിയൊരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റിയെന്നത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ സുരേഷ് ഗോപിയൊക്കെ കാണാൻ പറ്റി. ആരാണ് ഈ മൊമെന്റോ പ്രസന്റ് ചെയ്തത്? നമ്മുടെ മിനിസ്റ്റർ ശ്രീ MB രാജേഷാണ്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് ബ്രില്യൻറ്റിൽ ചേർന്നപ്പോഴും ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോഴുള്ള ആ ഒരു ഫീലിങ്സ് വ്യത്യാസം എന്ന് പറയാമോ? ആദ്യമായിട്ട് ബ്രില്യൻറ്റിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കൂടെ ഒരു പ്ലാൻ ആയിരുന്നു. അത് എൻ്റെ മാത്രം ഒരു ഇതല്ല, എൻ്റെ അമ്മയാണ് റെസിഡൻഷ്യൽ ബാച്ചിനെ കുറിച്ച് ഒക്കെ പറഞ്ഞു തരികയും അപ്പോൾ ആ ഒരു പ്രോഗ്രാം വഴി എത്തിയതല്ലേ? അതെ, ആ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ എത്തുന്നത് അതൊക്കെ എൻ്റെ അമ്മയുടെ ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോൾ ആദ്യം കുറച്ച് വിഷമവും സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ നല്ല കഷ്ടപ്പെട്ട് തന്നെ വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ഇപ്പോൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2 വർഷത്തെ ഒരു ലോങ് ജേർണി ആയിരുന്നു. അപ്പോൾ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? സ്കൂളിംഗ് തൃശ്ശൂരായിരുന്നു. സ്കൂളിൻ്റെ പേര്? 10th വരെ ഞാൻ ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ മണ്ണുത്തിയിലാണ് പഠിച്ചത്. പിന്നെ +1 ആൻഡ് +2 ദേവമാത CMI പബ്ലിക് സ്കൂളിൽ തൃശ്ശൂരാണ് പഠിച്ചത്. ഫൈൻ. അപ്പം സ്കൂളിന്റെ കൂടെ ഇതും കൂടെ കൊണ്ടുപോകുമ്പോൾ ചില പിള്ളേരൊക്കെ പറയാറുണ്ട് ഭയങ്കര ടഫാണ്, വിചാരിക്കുന്ന പോലെ അല്ലാന്ന്. ടഫായിരിക്കാം, എങ്കിലും ആ ഒരു ടഫ്നെസ് ഒക്കെ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്തത്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ അധികം അങ്ങനെ ബോർഡ് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അധികം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബ്രില്യൻറ്റിന് വേണ്ടി തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ നമുക്ക് ബോർഡ് എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ മാത്സ് ഞാൻ വർക്ക് ചെയ്തായിരുന്നു എക്സ്ട്രാ. ബാക്കി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നമ്മൾ ബ്രില്യൻറ്റിൻ്റെ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ ധാരാളമാണ്. ശരിക്കും നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നില്ല ബോർഡ് എക്സാമിന് വേണ്ടി. അപ്പോൾ ഇതിനു വേണ്ടി നീറ്റിന് വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തു. എന്നും ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്തു. ബ്രില്യൻറ്റ് പറഞ്ഞിരുന്ന പോലെ തന്നെ അങ്ങനെ തന്നെ പഠിച്ചു പോയ. ലൈക്ക് വർക്ക് ബുക്ക് ചെയ്തു എല്ലാ ദിവസവും. പിന്നെ പഠിക്കുന്ന അന്ന് തന്നെ പഠിച്ചു പോയി. അത്രയൊക്കെ ചെയ്താൽ മതി. ശരിക്കും നമ്മുടെ ഫാക്കൽറ്റീസ്, ഇ ലേണിംഗ് ആപ്പ് ഫെസിലിറ്റീസ് ഒക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? ഇ ലേണിംഗ് ആപ്പ് എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം ഗൈഡ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാത്ത ആളാണ്. ഞാൻ മോർ ക്വസ്റ്റ്യൻസ്, എൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഞാൻ ഇ ലേണിംഗ് ആപ്പ് വഴിയാണ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഗൈഡ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ലൈബ്രറിയിൽ നിന്ന് 1-2 ബുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ടുള്ളൂ. ബാക്കി മുഴുവനും ഞാൻ ഇ ലേണിംഗ് ആപ്പിലെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് പല ലെവലായിട്ട് നമുക്ക് എക്സാംസ് കിട്ടും. അപ്പോൾ ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇ ലേണിംഗ് ആപ്പിൽ തന്നെ ഈസി ലെവൽ. യെസ് അതെ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റി. അങ്ങനെ അത് തന്നെ നമുക്ക് ആ ഒരു ടൈം ലിമിറ്റ് ഉണ്ടാവും എല്ലാ എക്സാംസിനും ഇ ലേണിംഗ് ആപ്പിൽ. അപ്പോൾ അതും ഒരു ഭയങ്കര യൂസ്ഫുൾ ആയി, നമുക്കൊരു ഐ ഓപ്പണർ ആയിരുന്നു ശരിക്കും. അതായത് നമ്മൾ ഗൈഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇരിക്കാം, ആ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. പക്ഷേ ഇ ലേണിംഗ് ആപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യണമല്ലോ. അതെ. അപ്പോൾ ആ ഒരു റിയൽ എക്സാമിൻ്റെ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഇ ലേണിംഗ് ആപ്പ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാന കാലങ്ങളിലായാലും ഇ ലേണിംഗ് ആപ്പാണ് കുറേ എക്സാംസ് ബ്രില്യൻറ്റ് ഇ ലേണിംഗ് ആപ്പ് വഴി നമുക്ക് തരുമായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വളരെയധികം ബൂസ്റ്റപ്പ്, നല്ല കോൺഫിഡൻസ് കിട്ടും നമുക്ക്. ഫാദറും മദറുമാണ് കൂടെ ഉള്ളത് അല്ലേ? അവര് ഭയങ്കര പ്രൗഡായിട്ടാണ്. മദറിന്റെ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. എന്താണ് പറയാനുള്ളത് മോനെ പറ്റി? ഡോക്ടർ മഞ്ജു ശശിധരൻ എന്നാണ് എൻ്റെ പേര്. ഞാനിവിടെ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലായിരുന്നു മകനെ നമ്മുടെ ദേവമാത CMI പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്യിക്കുകയും അതോടൊപ്പം ബ്രില്യൻറ്റിൻ്റെ ഒരു ക്ലാസ് അവിടെ ഉണ്ടെന്നുള്ളതാണ് എന്നെ ആ സ്കൂളിലേക്ക് അട്രാക്ട് ചെയ്തത്. മോൻ ശരിക്കും ഡോൺ ബോസ്കോ പഠിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അതിൽ നിന്ന് അവനെ മാറ്റി CBSEയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ ഒത്തിരി പേര് എന്നോട് പറഞ്ഞിരുന്നെങ്കിലും ഞാനതൊരു ചലഞ്ചായിട്ട് തന്നെ തീരുമാനിച്ചു. മോന് മാത്രമല്ല, അമ്മയൊരു ചലഞ്ച് തന്നെ. തീർച്ചയായും ഞാനിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ ഒരു എടുത്തുചാട്ടമാണോ എന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഒരു വിശ്വാസം നമ്മളെ കൊണ്ടാകും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും ഞാൻ വിട്ടുകളയാറില്ല.
അതൊന്ന്. പിന്നെ ഇവൻ്റേത് ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ഒരു ഹാർഡ് വർക്ക് ആണ് കുട്ടി ചെയ്യാൻ കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. അതിൽ നിന്നും അവൻ തന്നെ സ്വയം ബ്രില്യൻറ്റിൻ്റെ ഒരു ഗൈഡൻസ് കിട്ടിയതോടുകൂടി ഹാർഡ് വർക്കിൽ നിന്ന് അത് സ്മാർട്ട് വർക്കിലേക്ക് മാറുന്നത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഞാൻ ഒരിക്കൽ പോലും പഠിക്കാനോ ഒന്നും അവനെ പറയാറില്ല. കാരണം കുട്ടിയെ ഗൈഡ് ചെയ്യാനായിട്ട് നല്ലൊരു ടീം പിന്നിലുണ്ടെന്നുള്ള ഒരു വിശ്വാസം അത് എന്നെ ഭയങ്കരമായിട്ട് സഹായിച്ചിരുന്നു. അതുകൊണ്ട് ബ്രില്യൻറ്റിൽ നിന്നും വരുന്ന എന്ത് കാര്യമാണേലും അതിനാണ് ഞങ്ങൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പ്രോഗ്രാംസ് ആണേലും എന്തുവാണേലും അത് മാറ്റി വെക്കാനായിട്ട് മോനും ഞാനും ഒരുപോലെ ചിന്തിച്ചിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഡോക്ടർ ജോർജ് വർഗീസാണ്. പുള്ളി ജോലി ചെയ്തിരുന്നത് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലായിരുന്നു. അതുകൊണ്ടാണ് ഹസ്ബൻഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഓവറായിട്ട് വന്നിട്ടില്ല ഈ ഒരു കാര്യത്തിൽ. എന്നിരുന്നാലും എല്ലാ ആഴ്ചയും വന്ന് ഒരു പേഴ്സണൽ ഗൈഡ് എന്നുള്ളതല്ല, ഞാൻ ഗൈഡ് ചെയ്യാറില്ലെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അവൻ്റെ വിജയത്തിൽ അഭിമാനമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഇതിനായിട്ട് ഒരു പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇട്ടിട്ടില്ല. കാരണം ഞാൻ പത്തനംതിട്ടയായിരുന്നു ജോലി ചെയ്യുന്നത് ആ സമയത്ത്. അപ്പോൾ ഞാൻ ആ വീക്കെൻഡ്സ് മാത്രമേ വീട്ടിൽ വരുവുള്ളായിരുന്നു. പിന്നെ ഇദ്ദേഹം ആ ടൈമിലും എല്ലാം നന്നായിട്ടിരുന്ന് പഠിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നെ മാർക്കുകൾ മോണിറ്റർ ചെയ്യുമായിരുന്നു. പിന്നെ വല്ല പരീക്ഷകൾക്കൊക്കെ മാർക്കൊന്ന് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറ്റിയതെന്ന് ചോദിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഗൈഡൻസ് മാത്രമേ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ ഞാനായിട്ടൊരു പ്രത്യേക എഫർട്ട് ഇട്ടത് കൊണ്ടാണ് അഭിഷേകിന് ഇത്രയും വിജയം കിട്ടിയതെന്നൊന്നും പറയാൻ പറ്റില്ല. അഭിഷേക് തന്നെ നന്നായിട്ട് പഠിച്ചു. പിന്നെ ഒരു പരീക്ഷകൾക്കൊരു നല്ല ക്വസ്റ്റ്യൻ കിട്ടി. ഒരു ദൈവാനുഗ്രഹം, അസുഖവും ഇതൊന്നും ഇല്ലാതെ പരീക്ഷ എഴുതാൻ പറ്റി. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ എക്സാം കുറച്ച് ടഫൊക്കെ ആയിരുന്നു. എന്നിട്ടും ഇത്രയും ഒരു റാങ്ക് കരസ്ഥമാക്കാൻ പറ്റി. അപ്പം ഇങ്ങനെ റെസിഡൻഷ്യൽ ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട്, ഇനി ചേരുന്ന കുട്ടികളോട് എന്തെങ്കിലും ഒരു അഡ്വൈസോ ടിപ്പോ അല്ല സ്റ്റഡി പ്ലാനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇനി ചേരുന്ന കുട്ടികളോടാണേലും ഇപ്പോൾ പഠിക്കുന്നവരോടാണേലും പറയാനുള്ള ഒരേ കാര്യമേ ഉള്ളൂ. നിങ്ങൾ സ്വയം വിശ്വസിക്കുക, ബിലീവ് ഇൻ യുവർ സെൽഫ്. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് നിർത്താതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക. അവസാനം ഒരു റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ സ്വയം ഒന്ന് വിശ്വസിക്കുക. പിന്നെ ട്രസ്റ്റ് പ്രോസസ്സ് എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങളുടെ മാർക്ക് ചിലപ്പോൾ കുറയാം കൂടാം, പക്ഷേ അതിലൊന്നും കയറി നിങ്ങൾ ലൈക്ക് മാർക്ക് കൂടി വാവ് അങ്ങനെയൊന്നും പറയരുത്. മാർക്ക് കുറഞ്ഞു വിഷമിക്കരുത്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 2026 നീറ്റ് അല്ലെങ്കിൽ 2027 നീറ്റ് ആ ഒരു ലക്ഷ്യത്തോടെ അന്ന് മാർക്ക് മേടിക്കണം, ആ ഒരു ബോധത്തോടെ പഠിക്കുക. അപ്പോൾ ഈ മോഡൽ എക്സാംസിലെ മാർക്ക് ചിലപ്പോൾ കുറയാൻ കൂടാം, അതൊന്നും നമ്മുടെ അവസാന റിസൾട്ടിനെ ബാധിക്കരുത്. അപ്പോൾ ഓവർ കോൺഫിഡൻ്റ് ആവരുത്, എന്നാൽ ഒട്ടും കോൺഫിഡൻസ് കുറയുകയും ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. ഡ്രീം ക്യാമ്പസ് ജിപ്മർ ആയിരുന്നു. പിന്നെ എയിംസ് ഭുവനേശ്വർ ഓർ ഭോപ്പാൽ കിട്ടിയ കൊള്ളാമെന്നുണ്ട്. PG ഏതെങ്കിലും ചെയ്യണം പ്ലാൻ ഒക്കെ ഉണ്ട്? ഇല്ല, ഒരു പ്ലാനും ഇല്ല. പ്ലാൻ ചെയ്യാൻ നമുക്ക് സമയമുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഫൈൻ. അപ്പം ഇനി മുന്നോട്ടുള്ള വഴിയിൽ ഇതുപോലെ സ്ട്രഗിൾസും ചാലഞ്ചൊക്കെ ഉണ്ടാവും. എല്ലാം ഓവർകം ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.